ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതു ആ ഒരു ദേശത്തിൽ രാവിലെയുള്ള അന്വേഷണം മൊത്തം കഴിഞ്ഞ് തിരിച്ച് അറക്കലേക്ക് വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വണ്ടിമേൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഗീതുവിൻ്റെ ഫോൺ ബെല്ലടിയാണ്. എടുത്തു നോക്കുന്ന സമയത്ത് വിജയലക്ഷ്മി അമ്മ എന്ന് കാണുന്ന സമയത്ത് ഗീതു വെറുപ്പോട് കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പം വിജയലക്ഷ്മി ചിന്തിക്കുന്നുണ്ട്, ഗീതു ഇപ്പോൾ എന്തായാലും അറക്കിലെത്തിക്കാണും. അവൾ അവിടെ ചെന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ശിവ ആരാണെന്നുള്ള കാര്യം രാധിക അറിയും. ഈശ്വര, ഇന്ന് അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവർ വെപ്രാളപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാധികയും വരുണും പുറത്തിറങ്ങിയ സമയത്താണ് ഗീതു മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്നത് കാണുന്നത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം ഗീതുവിനിട്ടൊരു പണി കൊടുത്തിട്ടുണ്ടല്ലോ കിഷോർ. ആ ഒരു അറിവ് അവർക്ക് രണ്ടുപേർക്കുള്ളത് കാരണം അവർ ഗീതുവിനെ നോക്കിയിട്ടൊന്ന് പരസ്പരം ചിരിക്കുകയാണ്. അപ്പോൾ ഗീതു ആണെങ്കിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടു കൂടിയാണ് കയറി വരുന്നത്. ഗീതു അല്പനേരം അവർ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഗീതുവിൻ്റെ മുഖത്തുള്ള ദേഷ്യം മൊത്തം രാവിലത്തെ ദേഷ്യമാണ്. അപ്പം രാധിക ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സത്രാണെന്ന് വിചാരിച്ചോ? ചോദിക്കാതെയും പറയാതെയും കയറാനും ഇറങ്ങാനും. ഗീതു പക്ഷേ മറുപടി ഒന്നും പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഗീതുവിന് ഉണ്ടായിരിക്കുന്ന ആ ദേഷ്യത്തിൻ്റെ മോൾ അവരോട് സംസാരിച്ചാൽ പറ്റില്ല എന്ന് ഗീതുവിന് തന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പിന്നെ വരുണ് വീണ്ടും പിടിച്ചു വെക്കുന്ന രീതിയിൽ വരുണ് വീണ്ടും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. വരുണ് പറയാണ്, അല്ല തമ്പുരാട്ടിയോട് ആര് ചോദ്യം ചെയ്യാനാ? അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ തന്നെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെ കുടുക്കിലാക്കാൻ തമ്പുരാട്ടിക്ക് നല്ല മിടുക്കാണല്ലോ. ഗീതു അതിനും മറുപടി പറയാതെ ദേഷ്യത്തോടെ വരുണിനെ നോക്കുകയാണ്. അപ്പം രാധിക വീണ്ടും ചോദിക്കുന്നുണ്ട്, രാവിലെ എവിടെ തെണ്ടാൻ പോയതായിരുന്നു? അപ്പം ഗീതു ദേഷ്യത്തോടെ പറയും, ഞാനിപ്പോൾ പോയത് നിങ്ങൾ എപ്പോഴും പോകുന്നിടത്തേക്കല്ല. പിന്നെ ഈ വീട് അത് എൻ്റേതും കൂടിയാ. ഇത് നിങ്ങൾക്കാണ് സത്രം, എപ്പോൾ വേണേലും പുറത്തു പോവാം. എന്നിട്ട് ഗീതു അകത്തേക്ക് പോകുന്ന സമയത്ത് രാധിക പിന്നെന്ന് പറയുന്നുണ്ട്, ആ വേഗം ചെല്ല്, കണ്ണൻ നിന്നെ അവിടെ കാണാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. അപ്പം ഗീതു ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇപ്പം അത് വറ്റിക്കാണും, ഞാൻ ചെന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്തോളാം. ഗീതു അകത്തേക്ക് കയറിയപ്പോൾ രാധികയുടെ മുഖത്ത് ദേഷ്യം വലിഞ്ഞു മുറുകുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇനി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ രഞ്ജു ഗീതു യുദ്ധം തുടങ്ങിക്കോളും. അപ്പോൾ രാധിക വരുണിനോട് പറയാണ്, ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ കിഷോറിനോട് പറഞ്ഞിരുന്നു. നീ അവനെ വിളിച്ച് തിരിച്ച് അവർണികയുടെ അടുത്തേക്ക് പോയിക്കോളാൻ പറ. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, കിഷോർ എന്നെ വിളിച്ചിരുന്നു. അമ്മ പറഞ്ഞ പോലെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിഷോർ എന്ന പേരിൽ റൂമും എടുത്തു. അപ്പോൾ രാധിക പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ്, രണ്ടുപേരും രാവിലെ ഉല്ലാസയാത്ര നടത്തി ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ച് സന്തോഷത്തോടു കൂടിയാണ് വന്നതെന്ന് വരുത്തി തീർക്കണം. അപ്പം വരുണും പറയുന്നുണ്ട്, കിഷോർ എടുത്ത റൂമിൻ്റെ ബില്ല് കൃത്യമായിട്ട് അവർണികയുടെ കയ്യിൽ കിട്ടും. അപ്പം രാധിക സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, അപ്പം കിഷോർ അവൻ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വേഗത്തിലാണ് ഓടുന്നത്. അവൻ പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, അവൻ്റെ മേൽ നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടാവണം. അപ്പോൾ രാധിക പറയാണ്, അതില്ലാതെ ഞാൻ അഴിച്ചു വിടുമോ? അവർണികയുമായുള്ള എൻ്റെ ഇന്നത്തെ മീറ്റിംഗ് കൂടി കഴിയട്ടെ. ഞാൻ ഇളക്കി വിട്ടാൽ അവർണിക ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഗോവിന്ദനോട് ഗീതുവിൻ്റെ കാര്യങ്ങൾ പറയും. വെറുതെ അല്ല, തെളിവുകൾ നിരത്തി ഗീതുവും കിഷോറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവൾ ഗോവിന്ദന് പറഞ്ഞു കൊടുക്കും. ഇന്ന് രാത്രി തന്നെ ഗീതുവിന് അറക്കൽ കുടുംബത്തിൽ നിന്നും പെട്ടിയെടുത്ത് ഇറങ്ങേണ്ടി വരും. അപ്പോൾ വരുണും പറയാണ്, അല്ലെങ്കിൽ നമ്മൾ അവളെ ഇറക്കി വിടും. സന്തോഷത്തോടു കൂടിയാണ് രാധികയും വരുണും കൂടെ അവിടെ നിന്ന് പോകുന്നത്. രഞ്ജുവിൻ്റെ ഫോണ് ബെല്ലടിയുന്ന ശബ്ദം കേട്ടിട്ട് വന്ന് എടുത്തു നോക്കുന്ന സമയത്ത് വിജയലക്ഷ്മിയുടെ കോളാണ്. വിജയലക്ഷ്മി ഗീതുവിൻ്റെ സംഭവിച്ച കാര്യങ്ങളൊക്കെ രഞ്ജുവിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ കോൾ എടുത്ത് കണ്ടപ്പോൾ തന്നെ വിജയലക്ഷ്മിയുടെ പേര് കണ്ടപ്പോൾ തന്നെ രഞ്ജു വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് എന്തിൻ്റെ കേടാ? ഇവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല, പിന്നെ എന്തിനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വയം ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് അവസാനം ആ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ വിജയലക്ഷ്മി നോക്കുന്ന സമയത്ത് രഞ്ജു കോള് കട്ട് ചെയ്തു. അപ്പോൾ വിജയലക്ഷ്മി സ്വയം ചിന്തിക്കുകയാണ്, ഗീതുവും ശിവയും ഫോൺ എടുക്കുന്നില്ല, അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതറിയണമെങ്കിൽ അറക്കലേക്ക് പോയേ പറ്റൂ. രഞ്ജു കോള് കട്ട് ചെയ്തിട്ട് അസ്വസ്ഥതയോടുകൂടി മുറിയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗീതു വന്നിട്ട് മുറി കയറി വാതിൽ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ രഞ്ജുവിന് ദേഷ്യം വരികയാണ്. പെട്ടെന്ന് ഗീതുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എന്തിനാ ഡോറ് ലോക്ക് ചെയ്തത്? തുറക്ക്. അപ്പോൾ ഗീതുവും ദേഷ്യത്തോടെ പറയും, എനിക്ക് പറയാനുള്ളത് നീ മാത്രം കേട്ടാൽ മതി. വാതിൽ തുറന്നിട്ടിട്ട് നീ എന്ത് വേണേലും പറ, രഞ്ജു ദേഷ്യത്തോടെ പറയാണ്. എന്നിട്ട് രഞ്ജു വാതിൽ തുറക്കാൻ പോകുമ്പോഴേക്കും ഗീതു വീണ്ടും തടഞ്ഞു നിന്നുകൊണ്ട് പറയും, ഇനി ഈ വാതിൽ തുറക്കണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഡോറ് തുറക്ക്, രഞ്ജു വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയാ, കണ്ണേട്ടൻ്റെ ഫ്രണ്ട് എന്ന പരിഗണനയില്ല നീ ഇവിടെ നിൽക്കുന്നത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ നിന്നെ പുറത്താക്കും. അപ്പോൾ രഞ്ജു ഗീതുവിൻ്റെ ആ മാറ്റം കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത കാര്യം കൂടെ ഗീതു ചോദിക്കുന്നുണ്ട്, വിജയലക്ഷ്മിയുടെ മോളല്ലേ നീ? അതുകൂടി കേട്ടപ്പോൾ രഞ്ജു ശരിക്കും ഷോക്കായിപ്പോയി. ഒക്കാര്യം എന്തിനാ ഇവിടെ ഉള്ളവരോട് നീ മറച്ചു വെച്ചത്? അപ്പോൾ രഞ്ജു തിരിച്ചു പറയാണ്, ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ വാതിൽ തുറക്ക്. അപ്പോൾ ഗീതു പറയും, വാതിലടച്ചിട്ടേ ഞാൻ നിന്നെ തല്ലാനൊന്നും വന്നതല്ല. അമ്മയുടെ പേര് മറച്ചു വെക്കുന്നതേ തല്ലുകൊള്ളിത്തരാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല.
അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാൻ ആ സ്ത്രീയുടെ മോളാണോന്ന് ആരും ചോദിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് എനിക്കത് പറയാനും ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ നീ എന്നെ തല്ലുവോ? അതില്ല. പക്ഷേ തല്ല് തന്നുവിടേണ്ട കേസാണെങ്കിൽ ഞാൻ അതിനും മടിക്കില്ല. അപ്പോൾ രഞ്ജു ചോദിക്കുക, തല്ല് കിട്ടേണ്ട എന്ത് കേസ്? നീയും നിൻ്റെ അമ്മയും ചേർന്ന് വിദഗ്ധമായി കണ്ണേട്ടനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാനാണ് ശ്രമമെങ്കിൽ അടിച്ചിറക്കിയിരിക്കും ഞാൻ. കണ്ണേട്ടനെ ഒഴിവാക്കി പോവാൻ ഉറച്ച തീരുമാനമെടുത്ത് എന്നെ പറഞ്ഞു തിരിച്ച് വീണ്ടും ഈ താലിയിൽ കുരുക്കിയിട്ടത് നിൻ്റെ അമ്മയാ. അപ്പം രഞ്ജുവും ദേഷ്യത്തോടെയാണ് പറയുന്നത്, എനിക്ക് അവരെക്കുറിച്ച് കേൾക്കണ്ട, നീ കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. അതിനുശേഷം നെഞ്ചിൽ തട്ടിക്കൊണ്ട് താലിയെടുത്ത് പിടിച്ചിട്ട് ഗീതു പറയാണ്, ഇപ്പം ഈ താലിയാണ് എൻ്റെ ശക്തി, ഇതാണ് എൻ്റെ വിശ്വാസം. അത് തകർക്കാനാണ് നീയും നിൻ്റെ അമ്മയും കൂടി ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല. അപ്പം രഞ്ജു പരിഹാസത്തോടെ പറയുന്നുണ്ട്, താലിയെക്കുറിച്ച് ഇത്ര അഭിമാനത്തോടെ സംസാരിക്കാൻ നിനക്കെന്ത് അവകാശ? അതെൻ്റെ അവകാശമാണെന്ന് കണ്ണേട്ടൻ അറിയാം, ഗീതു പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു കളിയാക്കിക്കൊണ്ട് പറയാണ്, ഗോവിന്ദേട്ടനെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടേത് കോൺട്രാക്ട് മാരേജ് അല്ല റിയൽ മാരേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ യഥാർത്ഥ ഭാര്യയാവില്ല. അപ്പോൾ ഗീതു പറയാ, നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഒരു ഭാഗത്തു കൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിന്നെ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുന്ന നിൻ്റെ അമ്മയുണ്ടല്ലോ, വിജയലക്ഷ്മി, അവരുടെ മുഖത്ത് നോക്കി 4 പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നേ. അപ്പം രഞ്ജു സന്തോഷത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പം നീയും ആ സ്ത്രീയോട് വഴക്കിട്ടോ? അപ്പോൾ സങ്കടത്തോടു കൂടി ഗീതു പറയുന്നുണ്ട്, വെറും ഒരു വഴക്കല്ല, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച അവർ എന്നോട് കാണിച്ച വഞ്ചനയിൽ ആദ്യം ഞാൻ നടുങ്ങിപ്പോയി. ഇപ്പം എനിക്ക് അവരോട് വെറുപ്പാ. അത് കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് രഞ്ജു പറയുന്നത്, നീ അവരോട് കാണിക്കുന്ന വെറുപ്പ് ആത്മാർത്ഥമാണെങ്കിൽ ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ആ സ്ത്രീയെ വെറുക്കുന്നവരെല്ലാം എൻ്റെ കൂട്ടുകാരാ. ഗോവിന്ദേട്ടൻ്റെ സ്നേഹത്തിൽ നിന്നെയും പങ്കാളിയാക്കാം. അപ്പോൾ ഗീതു തിരിച്ചവളോട് പറയാണ്, അങ്ങനെ കണ്ണേട്ടൻ്റെ സ്നേഹം പങ്കിടേണ്ട ആവശ്യം എനിക്കില്ല, കണ്ണേട്ടൻ എൻ്റേത് മാത്രാ. അപ്പോൾ രഞ്ജു ചോദിക്കുക, എന്നിട്ട് എന്തുകൊണ്ട് നിനക്കത് ആദ്യമേ സ്വന്തമാക്കാൻ പറ്റിയില്ല? ഞാനിവിടെ വന്നതിന് ശേഷമാണോ നിനക്ക് ബോധം ഉണ്ടായത്? അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രം സ്വന്തമാണ്. അപ്പോൾ രഞ്ജു പറയാം, അത് ഗോവിന്ദേട്ടന് ബുദ്ധിമുട്ടാവും. ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോഴേക്കും ഗോവിന്ദ് രഞ്ജുവിൻ്റെ മുറിയുടെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദ് വാതിലിന് തട്ടുകയാണ്, രഞ്ജു വാതിൽ തുറക്ക്. അപ്പോഴേക്കും രഞ്ജു പോയിട്ട് വാതിലിൻ്റെ കതക് തുറക്കുകയാണ്. ഗോവിന്ദ് നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് രഹസ്യ മുറി അടച്ചിട്ട് സംസാരിക്കുന്നത്? അപ്പം രഞ്ജു ദേഷ്യത്തോടെ പറയാണ്, ഗോവിന്ദേട്ടൻ്റെ ഭാര്യയാണ് ഗുണ്ടാജിസത്തിന് വന്നത്, ഇവളാ ഡോർ ലോക്ക് ചെയ്തത്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് പറയാണ്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, പുറത്തു പോ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല, ഇവളോട് ചിലത് പറയാനാണ് വന്നത്, അത് സംസാരിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് കണ്ണേട്ടനോടാ, അത് ഇവള് കേൾക്കാനുള്ളതല്ല. അപ്പോൾ ഗീതുവിന് മുഖം കൊടുക്കാതെ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി, അല്ലാതെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഗോവിന്ദ് ആദ്യം പോകാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗീതു കൈ പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴും ഗോവിന്ദ് ആദ്യം ഒന്ന് വിസമ്മതിക്കുകയാണെങ്കിൽ പിന്നീട് ഗീതു വലിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നേരെ മുറിയിലേക്ക് കയറിയതും ഗീതു നേരത്തെ രഞ്ജുവിൻ്റെ മുറിയിൽ ചെന്നതുപോലെ തന്നെ കതകടച്ച് ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താടി നിൻ്റെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശമല്ല എൻ്റെ ഉദ്ദേശം, പിന്നെ നീ എന്തിനാ വാതിലടച്ചേ? അപ്പോൾ ഗീതു പറയുന്നുണ്ട്, വാതിലടച്ചെന്ന് കരുതി ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗീതു വേണ്ട. അപ്പോൾ ഗീതു തിരിച്ചു പറയാണ്, വിജയലക്ഷ്മിയും ശിവരഞ്ജനിയും നിങ്ങളുടെ ആരാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗോവിന്ദ് ശരിക്കും ഷോക്കായി പോവുകയാണ്. അപ്പോൾ ഗീതു അടുത്തത് പറയുന്നുണ്ട്, രഞ്ജു വിജയലക്ഷ്മിയുടെ മകളാണല്ലേ? അത് കേട്ടതും ഗോവിന്ദ് വിചാരിച്ച് ഗീതു എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന്. നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന അവരുടെ മകൾ. ഗോവിന്ദ് അറിയാതെ വിളിച്ചു പോവാണ്, ഗീതു. അപ്പോൾ ഗീതു ബാക്കിയുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അറക്കൽ കുടുംബക്കാരും ചെമ്പകശ്ശേരി തറവാട്ടുകാരും തമ്മിലുള്ള ശത്രുതയുടെ പേരിൽ വിജയലക്ഷ്മി ആ വിവാഹത്തെ എതിർത്തു. ആ ദേഷ്യമല്ലേ നിങ്ങൾക്ക് രഞ്ജുവിൻ്റെ അമ്മയോട് ഇപ്പോഴുള്ളത്? അപ്പോൾ ഗോവിന്ദ് ഗത്യന്തരില്ലാതെ ചോദിക്കുകയാണ്, ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അന്വേഷിച്ച് കണ്ടെത്തി. വിവാഹം വരെ ബന്ധം വരെ എത്തിയ ആ റിലേഷൻ എന്തുകൊണ്ടാണ് വിജയലക്ഷ്മി എതിർത്തത് എന്ന് മാത്രം ഇനി എനിക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ ഗോവിന്ദ് കുറച്ച് ക്ഷമയോടെ വന്നിട്ട് പറയാണ്, ഇവിടുന്ന് എല്ലാം അവസാനിപ്പിച്ച് അധികം വൈകാതെ ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടവളാ നീ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നീ അന്വേഷിക്കേണ്ട. മേലാൽ ഇമാതിരി ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചും പോവരുത്. ഗീതുവിനെ മുറിവേൽപ്പിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഗോവിന്ദിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നത്. ഗീതു വിഷമത്തോടു കൂടിയാണ് ഗോവിന്ദിനെ നോക്കുന്നതും. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്നോട് ഇതിനൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യവും എനിക്കില്ല. അപ്പോൾ കഴുത്തിൽ കിടക്കുന്ന താലി എടുത്ത് ഗോവിന്ദിനെ കാണിച്ചുകൊണ്ട് ഗീതു പറയാണ്, ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം മറുപടി പറയേണ്ട ബാധ്യത കണ്ണേട്ടനുണ്ട്. ഇത് നമ്മുടെ വിവാഹത്തിൻ്റെ കോൺട്രാക്റ്റാ. ഇത് അഴിച്ചിട്ട് തിരികെ പോകുന്നത് വരെ മറ്റൊരു പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവൾ എനിക്ക് വെറുമൊരു പെണ്ണല്ല. ഓ, ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ എനിക്കും കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ആണ് സുഹൃത്തുക്കൾ. അവരെ കൊണ്ടുവന്ന് ഞാനും താമസിപ്പിക്കട്ടെ. അപ്പോഴേക്കും ഗോവിന്ദിൻ്റെ കൺട്രോൾ പോവുകയാണ്. കൈവീശി ഗീതുവിനെ അടിക്കാൻ വേണ്ടി കൈയോങ്ങുന്നുണ്ട്. ഗീതു,
അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, ന്യായം ഒരു ഭാഗത്ത് മാത്രം പോരാ, അവിടെ നോവുന്നത് പോലെ ഇവിടെയും നോവും. അതുകൊണ്ടാണ് പറഞ്ഞത് രഞ്ജു ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ഓ, രഞ്ജുവിനെ ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് നിൻ്റെ അനുവാദം വേണ്ട. ഇനി മുതൽ അവൾ ഇവിടെ മാത്രമല്ല, AGMൻ്റെ ഓഫീസിലും അവൾ ജോയിൻ ചെയ്യും. ഗീതു ഒരു ഷോക്കോട് കൂടിയാണ് ഗോവിന്ദ് പറയുന്ന കാര്യങ്ങൾ കേട്ട് നിൽക്കുന്നത്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞിട്ടും കണ്ണേട്ടന് അതിനൊന്നും ഒരു വില തന്നില്ലല്ലോ എന്നൊരു സങ്കടത്തിൽ. അപ്പം ഗോവിന്ദ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ അത് തടയാൻ നിനക്ക് പറ്റുമോ? അപ്പം ഗീതു ദേഷ്യത്തോടും വെറുപ്പോടും സഹിക്കാനാവാത്ത സങ്കടത്തോടും ഒക്കെ കൂടായിട്ട് പറയാണ്, ഞാൻ AGMൻ്റെ വൈസ് ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം അവൾ അവിടെ ജോയിൻ ചെയ്യില്ല. അതിന് ഞാൻ അവളെ സമ്മതിക്കില്ല. AGMൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ അവളെ പറപ്പിക്കും. ഗീതുവിൻ്റെ മാറ്റം ഗോവിന്ദ് ഇങ്ങനെ നോക്കി കാണുകയാണ്. അത്രത്തോളം ദേഷ്യത്തോടെ ഗീതുവിനെ ഇതിനു മുമ്പ് ഗോവിന്ദ് കണ്ടിട്ട് പോലുമില്ല. അപ്പം ഗീതു പറയുന്നുണ്ട്, അതിനു വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ട് എല്ലായിടത്തും തോറ്റ ഒരു വ്യക്തിയുടെ സങ്കടത്തോടു കൂടിയാണ് ഗീതു ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. വിജയലക്ഷ്മി പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോണ് ബെല്ല് ചെയ്യുന്നത്. എടുത്തു നോക്കുന്ന സമയത്ത് രഞ്ജുവിൻ്റെ കോളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് മോളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ രഞ്ജു പറയുന്നുണ്ട്, എന്നെ അങ്ങനെ വിളിക്കാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ വെറുത്ത് മാറി നിൽക്കാനുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല മോളെ. അപ്പോൾ രഞ്ജു പറയാ, എൻ്റെ ആഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എന്നോട് സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു? അപ്പോഴും അവർ പറയാണ്, മോളെ നീ എൻ്റെ അടുത്തേക്ക് വാ, ഇവിടെ വന്ന് നിൽക്ക്, എന്നെപ്പറ്റി അപ്പോൾ എല്ലാം നിനക്ക് മനസ്സിലാവും. അപ്പോൾ രഞ്ജു പറയാ, നിങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തവളാ, ആ വഴി മുടക്കാൻ വരരുത്. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? അപ്പോൾ രഞ്ജു ദേഷ്യത്തോട് പറയും, നിങ്ങളുടെ ദത്തുപുത്രി ഉണ്ടല്ലോ ഗീതു, അവളോട് എന്നെപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മോളാണെന്ന് എന്തിനാ നിങ്ങൾ പറഞ്ഞത്? അപ്പം വിജയലക്ഷ്മി പറയും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ കാര്യം അവൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. അപ്പം രഞ്ജു ദേഷ്യത്തോടെ പറയും, എൻ്റെ അടുത്ത് കൂടുതൽ സത്യസന്ധത കാണിക്കണ്ട. ഞാൻ നിങ്ങളുടെ മകളാണെന്നറിഞ്ഞതോടെ ഗീതു നിങ്ങളെ ശത്രുവായിട്ടാണ് കാണുന്നത്. അവൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പ് നിങ്ങളോടാ. ആത്മാർത്ഥമായി സ്നേഹിച്ച അവളിപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞ് അകലാൻ തുടങ്ങിയിരിക്കുന്നു. വിജയലക്ഷ്മി നെഞ്ചു പൊട്ടിയിട്ടാണ് രഞ്ജു പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്നത്. അപ്പോൾ രഞ്ജു പറയാണ്, അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. അപ്പോഴും ആ അമ്മ പറയുന്നത്, മോളെ രഞ്ജു, ഗീതു അറിഞ്ഞ സ്ഥിതിക്ക് നീ എൻ്റെ മകളാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടും രാധിക അറിയും. അവൾ നിന്നെ ഇല്ലാതാക്കാൻ നോക്കും മോളെ. അതുകൊണ്ട് എത്രയും വേഗം അവിടെ നിങ്ങോട്ടേക്ക് തിരിച്ചു വാ മോളെ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് രഞ്ജു ചിരിച്ചുകൊണ്ടാണ് കേൾക്കുന്നത്. അപ്പം സങ്കടത്തോടു കൂടി തന്നെയാണ് വിജയലക്ഷ്മി പറയുന്നത്, അതല്ലെങ്കിൽ നിൻ്റെ ജീവൻ അപകടത്തിലാകും. അപ്പം രഞ്ജു ചോദിക്കുക, ആ സ്ത്രീയോട് ഫൈറ്റ് ചെയ്തല്ലേ നിങ്ങളുടെ ദത്തുപുത്രി ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിന്നത്, അതും ഒറ്റയ്ക്ക്? എൻ്റെ ഒപ്പം ഗോവിന്ദേട്ടനുണ്ട്, അതുകൊണ്ട് എനിക്ക് എത്ര നാൾ വേണമെങ്കിലും അവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. അപ്പോഴും അവർ ദേഷ്യത്തോടെ പറയാണ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് രഞ്ജു, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ചെമ്പകശ്ശേരിയിലേക്ക് വാ, ഇവിടെ വന്ന് താമസിക്ക്. നോക്ക്, ഞാൻ ഇവിടെ ഉള്ളതാണ് നിനക്ക് തടസ്സമെങ്കിൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാം. അപ്പോൾ രഞ്ജു പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങളിവിടെ കെട്ടിക്കിടക്കുന്നേ? നിങ്ങൾക്കിവിടെ ആകെയുള്ള ബന്ധം ഗീതുവായിരുന്നു. ഇപ്പോൾ അവളും നിങ്ങൾക്കെതിരായി കഴിഞ്ഞു. അവളിപ്പോൾ ശരിക്കും വെറുത്തുപോയി. വിജയലക്ഷ്മി മൗനമായിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അവളിനി നിങ്ങളെ കാണാൻ പോലും വരില്ല. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോയിക്കോ. അമ്മയോട് ഏറ്റവും ക്രൂരമായ രീതിയിൽ സംസാരിച്ചിട്ടാണ് രഞ്ജു കോള് കട്ട് ചെയ്യുന്നത്. രഞ്ജു പുറത്തിരിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് ഗോവിന്ദ്. എന്നിട്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട്, ഗീതുവിൽ നിന്നും മൂടി വെക്കാൻ ശ്രമിച്ച രഹസ്യങ്ങളിൽ ഒന്ന് അഴിഞ്ഞു വീണു അല്ലേ? അപ്പം രഞ്ജു പറയുന്നുണ്ട്, എന്തായാലും തൽക്കാലം സേഫാണ്. എൻ്റെ അമ്മയും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം അവൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആ രഹസ്യത്തിന് ഇനി എത്ര നാൾ ആയുസ്സുണ്ടാവും? ഗീതു ബുദ്ധിമതിയാ, അവൾ അതും കണ്ടുപിടിക്കും. അവൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പറയുന്നതാണ് ഹീറോയിസം. രഞ്ജു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, നോ, ജന്മം നൽകിയത് അവരാണെന്ന് ഞാൻ ആരോടും പറയില്ല. അതിൻ്റെ പേരിൽ ഹീറോയിസം നഷ്ടപ്പെടുവാണെങ്കിൽ അറക്കൽ ഗോവിന്ദ് മാധവ് വില്ലനാവാനും തയ്യാറാ. 3 പതിറ്റാണ്ടിലേറെ മനസ്സിൽ ഊതിപ്പഴുപ്പിച്ച കനലുകൾ കെടാതെ കിടപ്പുണ്ട്. ആ മുറിവുകളിൽ നിന്ന് രക്തവും പഴുപ്പും കിനിയുന്നുമുണ്ട്. അതങ്ങനെ തുടരട്ടെ. എനിക്ക് പോറ്റമ്മ മാത്രമേ ഉള്ളൂ, പെറ്റമ്മയില്ല. ഗോവിന്ദ് മാധവ് സ്വയംഭൂവാണ്, ഗർഭപാത്രത്തിൻ്റെ കാരുണ്യമില്ലാതെ ജനിച്ചവൻ. അപ്പോഴേക്കും രഞ്ജു വന്നിട്ട് പറയുന്നുണ്ട്, സോറി, ഏട്ടൻ ഇത്ര ഇമോഷണൽ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ കാരണക്കാരി ഞാനാ. ഗോവിന്ദേട്ടൻ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഏട്ടൻ എന്നെ ധ്യാനിൻ്റെ കൂടെ വിട്ടാൽ മതിയായിരുന്നു. ഞാനെന്നൊരു മനുഷ്യജീവി ഈ ഭൂമിയിലുണ്ടെന്ന് ആരും അറിയില്ലായിരുന്നു. എങ്കിൽ ഗോവിന്ദേട്ടൻ സൂക്ഷിച്ച രഹസ്യം ഇന്നും രഹസ്യമായിട്ട് തുടർന്നേനെ.
അപ്പം രഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഏയ് നിന്റെ വരവൊരു നിമിത്തമായിന്നേ ഉള്ളൂ. കുറേ കാലമായിട്ട് വിജയലക്ഷ്മി ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം അറിയണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഗീതു നടക്കുന്നത്. അപ്പം രഞ്ജു പറയാണ്, അതിനു മുമ്പ് ഗോവിന്ദേട്ടൻ എൻ്റെ വിവാഹ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. പെട്ടെന്ന് ഗോവിന്ദ് ഷോക്കായിട്ട് രഞ്ജുവിൻ്റെ തോളിൽ വെച്ച കൈയെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, അക്കാര്യം പറയുമ്പോൾ മാത്രം ഗോവിന്ദേട്ടൻ ഒന്നും പറയില്ല, അതെന്താ? അപ്പം രഞ്ജുവിൻ്റെ മുഖം ഇങ്ങനെ കൈകിൻ്റെ ഉള്ളിലെടുത്തിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഞാൻ, കുറേ കാലം കൂടെ കഴിഞ്ഞോട്ടെ. രഞ്ജു സന്തോഷത്തോടെ തലയാട്ടുകയാണ്. ഇന്ന് തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യണം. അപ്പം രഞ്ജു ചിരിച്ചുകൊണ്ട് പറയും, ഓ പകൽ സമയത്തും എന്നെ കാണാനായിരിക്കും. അരമണിക്കൂറിനുള്ളിൽ ഞാൻ വന്നോളാം, ഏട്ടൻ പൊയ്ക്കോ. അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട, എനിക്ക് മെഡിസിൻ വാങ്ങിക്കാനുണ്ട്, ഇന്ന് രാവിലെ കഴിച്ചിട്ടില്ല. ഞാൻ പോയി വാങ്ങിക്കണോ? ഗോവിന്ദ് പതറിക്കൊണ്ട് ചോദിക്കുകയാണ്. വേണ്ട ഏട്ടാ, ഏട്ടൻ ചെല്ലേ. അപ്പോൾ ഗോവിന്ദ് അവിടെ നിന്ന് പോവുകയാണ്. ഗീതുവിൻ്റെ ഫോണിലേക്ക് വിലാസിനി വിളിക്കുന്നുണ്ടായിരുന്നു, മോളെ നീ ഒരുങ്ങിയില്ലേ, ഞാനിവിടെ റെഡിയായി നിൽക്കുക. അപ്പോഴേക്കും ഗീതു ആകെ മൊത്തം ഡെസ്പായിട്ടാണുള്ളത്. ഗീതു പറയുന്നുണ്ട്, ഞാനിന്ന് വലിയ തിരക്കിലായിരുന്നു അമ്മേ. മോളെ എൻ്റെ കണ്ണ് കാണിക്കാൻ പോകണ്ടേ? അമ്മ തൽക്കാലം അച്ഛനെയും കൂട്ടി പോയിക്കോന്ന് പറയുന്ന സമയത്ത് അച്ഛന് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, പൈസ ഇല്ലാതെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഭദ്രമായിട്ട് ഇറങ്ങില്ല, നിനക്ക് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പ്രിയയെ ഏൽപ്പിക്കാം, അമ്മ പ്രിയക്ക് ഫോൺ കൊടുക്കുമെന്ന് പറയാണ്. പ്രിയ കാശ് തരുന്നുള്ള സന്തോഷത്തിലാണ് വിലാസിനി ഫോൺ കൊടുക്കുന്നത്. പക്ഷേ പ്രിയ ഫോൺ എടുത്ത സമയത്ത് ഗീതു പറഞ്ഞ പ്രകാരം ആ ചേച്ചി ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മേ എന്നാണ് പ്രിയ പറയുന്നത്. പ്രിയയാണ് കൂട്ടി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും വിലാസിനി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നോക്കുകയാണ്. കാരണം ഗീതുവിനെ പറ്റിച്ചിട്ട് കുറച്ച് പൈസ സംഘടിപ്പിക്കാന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ പൊളിയുന്നു എന്ന് മനസ്സിലായപ്പം വിലാസിനി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.